കാവി ഡ്രസ്സൊക്കെ ഇട്ട് തലക്കെട്ടൊക്കെ കെട്ടി താടിയൊക്കെ ഉള്ള ഒരാൾ. അപ്പോൾ പറഞ്ഞു ലോഹിതാ സാർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം പേര് കേട്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ ഉള്ള ആരോ ഒരാൾ, അത്രയൊക്കെ എനിക്കറിയില്ല. എങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാല അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് മഞ്ജു ചെയ്തത്? ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ വളർന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ എന്നെ കണ്ട ഒരാളും പറയില്ല ഞാൻ ക്രിസ്ത്യനാണെന്ന്. ഇപ്രാവശ്യം ഇട്ടപ്പോൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു കേട്ടോ. കാരണം കുറേ ക്രൗഡിൽ നിന്ന് അവിടെ ഇങ്ങനെ നമ്മൾ ആർട്ടിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വരുന്ന ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് യൂട്യൂബേഴ്സ് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ പറയണമെന്നുണ്ടായിരുന്നു, ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള സ്പേസിൽ നമുക്ക് കവർ ചെയ്തിട്ട് പോക്കോ, നമ്മളെ ശല്യം ചെയ്യാൻ വരരുത്. നമ്മളെവിടെയെങ്കിലും വീണിട്ടൊക്കെ ഓടിച്ചാടിയൊക്കെ എവിടെയെങ്കിലും വീഴൂല്ലേ, ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങാം. കാരണം എനിക്കറിയാം നേരം വെളുക്കുമ്പോൾ എൻ്റെ മുറിവ് പപ്പ ഇതൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി വെച്ചത്. എന്നെ അടിച്ചിട്ടില്ല എൻ്റെ പപ്പ, എന്നല്ല ഞങ്ങൾ. അയ്യോ, അതുപോലെ അമ്മിച്ചിയാണെങ്കിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ഇപ്പം ചിലവർ മക്കളെയൊക്കെ ഉപേക്ഷിച്ചൊക്കെ ഫോണൊക്കെ കാണാം. എൻ്റെ അമ്മച്ചിയൊക്കെ തിന്നാനും കുടിക്കാനും ഇല്ലാതിരുന്നപ്പോഴും അയ്യോ. നമസ്കാരം, കൈരളി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളിയുടെ മനസ്സിലേക്ക് ഇടം പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കഴിഞ്ഞ 12 വർഷങ്ങളായി നമ്മൾ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്, മലയാളിയുടെ പ്രിയങ്കരിയായ മഞ്ജു ചേച്ചി. വെൽക്കം. താങ്ക് യു. ഞാൻ 12 വർഷം എന്നൊക്കെ പറഞ്ഞെങ്കിലും ശരിക്കും മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് എനിക്കൊന്ന് 20 വർഷങ്ങൾ അല്ലേ? അത് പക്ഷെ കാലെടുത്ത് വെച്ചിട്ട് ഞാൻ തിരിച്ചു പോയി. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. 2003 ചക്രം എന്ന സിനിമയിൽ അത് എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു കഥ എന്താണ്? അത് എനിക്ക് എൻ്റെ ഡാൻസ് ടീച്ചർ ശ്രീകല, ഇവിടെ അടുത്ത ടീച്ചറിൻ്റെ വീട്. അപ്പോൾ ടീച്ചറിന് ഞങ്ങൾ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ടീച്ചറിന് ഞങ്ങൾ പിള്ളേർ സിനിമയിലൊക്കെ അഭിനയിക്കണ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ടീച്ചറിൻ്റെ വീട്ടിലാണ് പത്രമൊക്കെ വരുത്തുന്നത്. അപ്പോൾ ടീച്ചർ പത്രത്തിൽ എന്തെങ്കിലും പരസ്യമൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ഫോട്ടോ ടീച്ചർ തന്നെ അയച്ചു കൊടുക്കും. അങ്ങനെ ടീച്ചറിന് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മിന്നാരം എന്നൊക്കെ പറഞ്ഞ സിനിമയില്ലേ, മിന്നാരത്തിൽ കുറെ പിള്ളേര് വേണമല്ലോ, പാവം ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ ടീച്ചർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ് ടീച്ചറിനെ. ടീച്ചറിനെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ തൊടുപുഴയിലൊരു പ്രോഗ്രാം ഉണ്ടായി ഡാൻസ് സ്കൂളിന്, നാദോപാസന എന്ന് പറഞ്ഞിട്ടുള്ള സെൻറ്ററിൽ. അപ്പോൾ അവിടെ അന്ന് ഐറ്റം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഒരു സ്റ്റുഡിയോ ഇല്ല ചേട്ടൻ വന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവർക്ക് കലണ്ടറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വിസിറ്റിംഗ് കാർഡിലൊക്കെ വയ്ക്കാനൊക്കെ അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തു. ആ ഫോട്ടോ അഷ്റഫ് ഗുരുക്കൾ സാറ് കണ്ടിട്ട് അന്നേരം ഇങ്ങനെ ചക്രത്തിന് പുതുമുഖങ്ങളെ തേടുന്ന സമയമായിരുന്നു. അതായത് ലാലേട്ടനെ വെച്ച് ചെയ്തിട്ട് ആ പടം മുടങ്ങിപ്പോയി. വിദ്യാബാലൻ, ദിലീപ് ഏട്ടനൊക്കെ ആയിരുന്നല്ലോ ആദ്യത്തെ. അതെ, അത് മുടങ്ങിപ്പോയിട്ട് അവർ രണ്ടാമത് കാസ്റ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഫോട്ടോ കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ടീച്ചറിനെ വിളിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഫോട്ടോ ഇങ്ങനെ അന്നത്തെ കൺട്രോളർ അഷ്റഫ് ഗുരുക്കൾ എന്ന് പറഞ്ഞിട്ട് സാറായിരുന്നു. അപ്പോൾ സാറിങ്ങനെ ആ ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ച് ടീച്ചറിനെ വിളിച്ചെന്നാണ് തോന്നുന്നത്. ടീച്ചർ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ സിനിമയിൽ വിളിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ സിനിമയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അയ്യേ ഇത്ര പോലും അറിയില്ലേ. അപ്പോൾ എന്നോടന്ന് ഇങ്ങനെ എന്നിട്ട് ടീച്ചർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നമ്പർ ആറ്റി കൊടുത്തിട്ട് വിളിച്ചു. അന്നൊക്കെ ഫോണൊക്കെ വളരെ കുറവല്ലേ, ഫോണൊന്നുമില്ല, ലാൻഡ് ലൈൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കാലിക്കട്ടിൽ വരണം എന്നാ പറഞ്ഞേ. ഈ കാലിക്കട്ട് കോഴിക്കോടാന്ന് എനിക്കറിയില്ല. അപ്പൊ എൻ്റെ പപ്പയും അമ്മച്ചിയൊക്കെ സാധാരണക്കാർ, അവർക്കും അറിയില്ല. അപ്പൊ ഞാൻ ദൈവം ഈ കാലിക്കട്ട് എവിടെയാണാവോ, കൽക്കത്ത എങ്ങാനും ആണോ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നേ. അപ്പോൾ പിന്നീട് കാലിക്കട്ട് എന്ന് പറഞ്ഞാൽ കോഴിക്കോടാന്ന് തോന്നുന്നു പപ്പേ. അങ്ങനെയാണ് ഞാനും പപ്പയും കൂടി കോഴിക്കോട് പോയി. അവിടെ ചെന്നപ്പോൾ കാവി ഡ്രസ്സൊക്കെ ഇട്ട് തലക്കെട്ടൊക്കെ കെട്ടി താടിയൊക്കെ ഉള്ള ഒരാൾ. അപ്പോൾ പറഞ്ഞു ലോഹിതാ സാർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം പേര് കേട്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ ഉള്ള ആരോ ഒരാൾ, അത്രയൊക്കെ എനിക്കറിയില്ല. വലിയ ആളാണെന്നൊന്നും എനിക്ക് അഭിനയിക്കാൻ പോയപ്പോഴും മനസ്സിലായിട്ടില്ല, ഒന്നും അറിയില്ല. അപ്പോൾ എന്നോട് അവിടെ കയറി ചെന്നപ്പം ഇങ്ങനെ കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സാറിങ്ങനെ ഒരു കട്ടിലേൽ ഇങ്ങനെ ഇരിക്കുക.
ഒരു കുഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ. ഉം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ഫോട്ടോ കാണിച്ചു തന്നു ഒരു ചേച്ചി. ഇങ്ങനെ ഒരു വീടിൻ്റെ, ഒരു ഓലപ്പുരയുടെ വീടിൻ്റെ വാതിലിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഇതേപോലെ മുഖത്തൊന്നും വരാതെ ഇരിക്കണം എന്ന് പറഞ്ഞു. എക്സ്പ്രഷൻസ് ഒന്നും ഒന്ന് ബ്ലാങ്ക് ആയിട്ടിരിക്കാൻ പറഞ്ഞു. എവിടെ എനിക്ക് വല്ലതും പറ്റുമോ? ഞാനിങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും, ഒന്നും ശരിയായില്ല. എനിക്കിരിക്കാന് അങ്ങനെ അറിയാനൊന്നും പാടില്ല. ഞാൻ പഠിച്ചെടുത്തുനിന്ന് ഇറങ്ങി അവിടെ ചെന്നതല്ലേ, എനിക്കതൊന്നും അറിയാൻ പാടില്ല. ഇതിനകത്ത് അഭിനയിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമില്ല. ആ നിവൃത്തി ടീച്ചറിന്റെ ഒരു ഇഷ്ടത്തിന് നമ്മളങ്ങ് പോയി എന്നുള്ളതേ. സീരിയസ്നെസ് ഒന്നുമില്ല, സിനിമയാണ്. എന്റെ വിദൂരതയിൽ പോലും ആ ചിന്തകളിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടേ ഇല്ല. അപ്പൊ ഞാനിങ്ങനെയൊക്കെ ഇരിക്കും. അപ്പൊ ഇല്ല 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 ബ്ലാങ്ക് അല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്നാ ശരി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും നടക്കുമ്പോ അവനില്ല എന്ന് പറഞ്ഞു. എന്തോ ചിലപ്പോൾ ഞാനങ്ങനെ സംസാരിച്ചുകൊണ്ടപ്പോൾ സാറിന് പാവം തോന്നിയിട്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ തലയിൽ വരച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കണം. എന്നെ വിളിച്ചു, വില്ലന്റെ പേരാണെന്ന് പറഞ്ഞു. നായിക ഇങ്ങനെ മീര ജാസ്മിനാന്നൊക്കെ പറഞ്ഞു. അപ്പം പക്ഷേ ഇവരൊക്കെ ഇത്രയും വലിയൊരു സിനിമയിൽ വലിയ കലാകാരന്മാരുടെ ഇടയിലാണ് ഞാൻ വർക്ക് ചെയ്തതെന്നൊന്നും. വർക്കല്ല, ഞാനൊരു അഭിനയിക്കാൻ പോയത്. അതും 2 സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഞാൻ ചെയ്തതെന്നൊന്നും ഞാൻ ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല ഞാൻ സിനിമയിൽ അഭിനയിച്ചു എന്ന്. വീണ്ടും ഈ വരവിന് ശേഷവും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ കാര്യമേ മറന്നുപോയി. എനിക്കൊന്നും വെറുതെ ഭാര്യ വന്നപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴൊക്കെയാണ് ഞാൻ എന്ന് പറയണേ. ഇത് എൻ്റെ തലയിൽ ആ ഒരു ഭാഗമേ ഫീഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി എന്താ ഇങ്ങനെയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ എന്നിട്ട് അവിടെ ചെന്നപ്പോഴാണ് ക്യാമറാമാൻ അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ട്. അതാ പിന്നീട് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ്, ഇപ്പൊ ഈ 2ാമത് വന്നില്ലേ, അപ്പോഴാണ് ഞാൻ അറിയുന്നത് ദൈവമേ രാജീവ് രവി സാറാണ് അന്നത്തെ ക്യാമറമാൻ ആയിരുന്നത്. ഇത്രയും വലിയ ആളാണ് രാജീവ് രവി സാറാണോ, ഈ സാറാണോ അന്നത്തെ രാജീവ് രവി സാർ എന്നൊക്കെ. രാജീവ് രവി എന്നൊക്കെയുള്ള പേരൊക്കെ ഞാൻ കേട്ടായിരുന്നു. പക്ഷെ അത് ഈ മനുഷ്യനാണെന്നൊന്നും എനിക്ക് അന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അതുപോലെ എന്നെ മേക്കപ്പ് ചെയ്തത് ഭയങ്കര പൊക്കമുള്ള നീണ്ട താടിയൊക്കെ ഉള്ള ഒരു സാറായിരുന്നു, പട്ടണ റഷീദ്. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇവരൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞ പട്ടണ റഷീദാണ് ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് മേക്കപ്പ് ചെയ്തത്. അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഈ നമ്മൾ ഇത്രയും വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ ഒരു ദൈവത്തിന് വലിയൊരു അനുഗ്രഹമാണ്. ആരുടെ ക്യാമറയ്ക്ക് മുന്നിലാണ് ആദ്യം നിന്നത്, ആരുടെ സംവിധാനത്തിലാണ് അഭിനയിച്ചത്, അല്ലെ, ആരാണ് മേക്കപ്പ് ചെയ്തതൊക്കെ ലെജൻസ് ആയിരുന്നു. അതൊന്നും അതിൻ്റെയൊക്കെ ആ വാല്യൂ എനിക്ക് സത്യമായിട്ട് അന്ന് മനസ്സിലായില്ല. സോ എന്നെ വിളിച്ചു, ഞാൻ ചെയ്തു, ഞാൻ പിന്നെ അങ്ങ് പോയി. ഞാൻ നമ്പർ പോലും ആർക്കും കൊടുത്തിട്ടില്ല. നമ്മൾ കോണ്ടാക്ട്സ് ഒക്കെ കീപ്പ് ചെയ്യണ്ടേ, എന്നാലേ നമുക്ക് അടുത്ത അവസരങ്ങൾ വരുള്ളൂ. പിന്നെ ഇവരൊക്കെ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവോന്ന് തന്നെ അറിയത്തില്ല. ആരുടെയോ വീടിന്റെ അടുത്തുള്ള ഒരാളുടെ നമ്പർ കൊടുത്തു. പിന്നെ ഞാനങ്ങ് പോയി അതിനെ ഫോളോ അപ്പ് ചെയ്യാനോ. ഇപ്പൊ പറഞ്ഞല്ലോ ഈ നൃത്തം പഠിക്കുന്ന ടീച്ചറായിരുന്നു ശ്രീകല ടീച്ചർ. അപ്പം ഈ നൃത്തം പഠിക്കുന്ന പണ്ട് ആ ഒരു കാലഘട്ടത്തിലൊക്കെ എല്ലാവരുടെയും മനസ്സിലൊരു അഭിനയ മോഹം ഒക്കെ ഉണ്ടാവും. അങ്ങനെ പോലും ഉണ്ടായിരുന്നില്ലേ? എടാ അന്നൊക്കെ സിനിമ എന്ന് പറയുന്നത് ഈ വെള്ളിത്തിര, ഞാൻ സത്യമായിട്ട് വെള്ളിത്തിര എന്ന് പറയൂലേ, അത് വേറെ എന്തോ ഒരു സാധനം അവിടെ ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഈ കിഴക്കമ്പലം എന്ന് പറഞ്ഞാൽ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. ഇവിടെ ഉഷ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. ഞാൻ ആകെ ആ തിയേറ്ററെ കണ്ടിട്ടുള്ളൂ, ഓല മേഞ്ഞൊരു തിയേറ്റർ. അവിടെ പപ്പയുടെ കൈയും കാലൊക്കെ പിടിച്ച സിനിമയൊക്കെ കാണാൻ പോണത്. അതെനിക്ക് ഇഷ്ടമായി. വെള്ളിത്തിര എന്ന് പറഞ്ഞാൽ വേറെന്തോ ഒരു സ്ഥലം ഉണ്ട് അവിടെ നിന്നാണ് സിനിമയൊക്കെ. അങ്ങനെയൊക്കെയാ ഞാൻ അല്ലാതെ ഇതൊക്കെ ആൾക്കാർക്ക് വിശ്വാസമാവോന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു അത് വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം അതാണല്ലോ പിന്നെ ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് തന്നെ കാരണം. എന്താണ് എനിക്കറിയില്ല. എനിക്കറിയേ ഇല്ലായിരുന്നു. എൻ്റെ വീട്ടുകാർക്കും അറിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല. കല എന്ന് പറയുന്നൊരു സംഭവമൊന്നും എല്ലാവരും വീട്ടിൽ ഇച്ചിരിയൊക്കെ പാട്ട് പാടും എന്നുള്ളതല്ലാതെ അങ്ങനെയൊന്നും വേറെ ഒന്നും അറിയില്ല. പിന്നെ ഞാൻ ഈ സ്റ്റേജിലൊക്കെ കയറി ഡാൻസ് ഒക്കെ കളിക്കും. എനിക്ക് ഓടാനൊന്നും അറിഞ്ഞില്ല, പക്ഷെ അതിനൊക്കെ ചെരിഞ്ഞ് 200 മീറ്റർ ഒക്കെ ഉണ്ടാവൂലേ, അപ്പോൾ 100 മീറ്റർ അങ്ങോട്ട് ഓടണം, 100 മീറ്റർ ഇങ്ങോട്ട് ഓടണം. ഞാൻ അങ്ങോട്ട് പകുതിയാകുമ്പോൾ അവിടെയുള്ള പിള്ളേർ തിരിച്ചോടിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ നിർത്തൂല, ഞാൻ ഓടി അവിടെ ചെന്നിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പോരുള്ളൂ. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല ആ ഒരു ചെറിയൊരു എന്താ പറയുന്നേ വാശിയാണോ ജീവിതത്തിൽ? എനിക്ക് വാശിയില്ല. ഇല്ല. അല്ല, പക്ഷേ എനിക്ക് വാശിയൊന്നുമില്ല.
അത് തീർക്കണമല്ലോ ഞാൻ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഓടും. ചെയ്യും. ചിരിച്ചോണ്ടാണെങ്കിലും ഞാൻ ഓടി തീർക്കും എന്നുള്ളതല്ലാതെ അങ്ങനെയൊന്നുമില്ല. ഞാനിതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഈ നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പം ഒരാൾ ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ട് ആറ്റുകാലിൽ നിന്നൊക്കെ പൊങ്കാല കഴിഞ്ഞ് അല്ലേ ആ ക്ഷീണിച്ചൊക്കെ വന്നിരിക്കുകയാണ്. തൊട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അപ്പം എങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാല അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് മഞ്ജുചേച്ചി എത്തുന്നത്? വിശ്വാസത്തിലേക്ക് ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ വളർന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ എന്നെ കണ്ട ഒരാളും പറയില്ല ഞാൻ ക്രിസ്ത്യനാണെന്ന്. അതെ. പള്ളിയിൽ പോയത്, പള്ളിയിലോ എന്ന് ചോദിക്കും എന്നോട്. അപ്പം ഞാൻ പറയും ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറയും. അയ്യോ പറയേയില്ല കേട്ടാ, ഹിന്ദുവിനെ പോലെ ഇരിക്കണേ എന്ന് പറയും. അപ്പം അങ്ങനെ പറഞ്ഞാണോ എന്നറിയില്ല. ഞാനിപ്പോൾ കുഞ്ഞിലേക്ക് ഇപ്പോൾ വരുന്നതിന് മുമ്പാണെങ്കിലും കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് വലിയ കമ്മലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. എനിക്കങ്ങനെ നടക്കാനേ ഇഷ്ടം, ഒരുങ്ങിയൊക്കെ നടക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എന്താ അറിയോ, എന്നെ ദൈവം ഇങ്ങനെ മണ്ണുകൊണ്ട് കുഴച്ച് ഉണ്ടാക്കി ശ്വാസമൊക്കെ തന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഇടുമല്ലോ, വേറെ ഏതോ അമ്മയുടെ വയറ്റിലോട്ട് ഇട്ടതാ. ആ ഇടലിൽ ഏതോ മരത്തിൽ തട്ടി ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പുറത്തോട്ട് വീണുപോയി കേരളത്തിൽ വന്ന് വിട്ടുപോയതാന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കുള്ള ഞാൻ തമിഴ്നാട്ടിൽ ജനിക്കേണ്ടതാ. തമിഴ്നാട്ടിൽ ആരായിട്ട്? ഏതോ തമിഴത്തി ആയിട്ട് ജനിക്കേണ്ട സ്ത്രീയാണ് ഞാൻ. പക്ഷെ ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി. ഇവിടെ വന്ന് റീത്തയുടെ വയറ്റിൽ വന്ന് വീണു. അങ്ങനെയാണ് ഞാൻ ജന്മം കൊണ്ടത് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ഈ ഹൈന്ദവ പുരാണങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മിത്തുകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കഥയൊക്കെ ഇങ്ങനെ അതൊക്കെ ഇഷ്ടമായ അങ്ങനെ നമ്മൾ പഠിച്ച് ഇങ്ങനെ, ഞാൻ മലയാളമൊക്കെ പഠിച്ചേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടം വന്നതാണോ എന്നറിയില്ല. എനിക്ക് അമ്പലത്തിലൊക്കെ പോകാൻ ഇഷ്ടമാണ്. ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു. ട്രിവാൻഡ്രത്ത് ഞാൻ 6-7 വർഷമായി വർക്ക് ചെയ്യുന്നു സീരിയലിലൊക്കെ. പക്ഷേ അമ്പലത്തിലൊക്കെ പോകുമെങ്കിലും ഇങ്ങനെ പൊങ്കാല ഇടണമെന്ന് എനിക്ക് തോന്നിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതേപോലെ ഞാൻ ഒറ്റയ്ക്കാണ് കഴിഞ്ഞ വർഷം പോയിട്ട്. എനിക്ക് ആരും ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ശാസ്തമംഗലത്താണ് താമസിച്ചിരുന്നത്. അപ്പം എനിക്കിങ്ങനെ എൻ്റെ ഉള്ളിലിങ്ങനെ എന്താ ഇത്രയും നാളായിട്ട് ഇടാത്തേന്ന് ഇങ്ങനെ എന്നോട് തന്നെ ആരോ ചോദിക്കണ പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ ഓർത്തു അങ്ങ് ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. എനിക്ക് ഒന്നും അറിയില്ല, ഇതെങ്ങനെ ഇടണ്ടേന്നോ എന്താ മേടിക്കണ്ടേന്നോ അറിയില്ല. താഴെ ഫ്ലാറ്റിലെ ചേട്ടനോട് പോയിട്ട് പറഞ്ഞു എനിക്ക് പൊങ്കാല ഇടണം എന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞു ഞാൻ സ്ഥലം പിടിച്ചു തരാം, മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ ചേട്ടനാണ് എനിക്ക് സാധനങ്ങളെല്ലാം മേടിച്ചു തന്നത്. പത്മമാറിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചു തന്നു. അവരെനിക്കൊരു സ്ഥലവും പിടിച്ചു തന്നു. ഞാൻ നോക്കുമ്പോൾ കുറേ ചേച്ചിമാർ, ഞാൻ ഒറ്റയ്ക്ക്, എനിക്കിത് എപ്പോൾ വെള്ളം വെക്കണം എന്നറിയില്ല, ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവർ ചേച്ചിമാർ എനിക്കെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ആ ചേച്ചിമാരുടെ കൂടെ ഒറ്റയ്ക്ക് പോയിരുന്ന്. പക്ഷേ അന്ന് എനിക്ക് കിട്ടിയ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, എൻ്റെ ലൈഫിൽ എനിക്ക് അത്രയും സന്തോഷവും സുഖവും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര എന്നെ ഈ ആറ്റുകാലം എന്നെ കണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന പോലെ ഒരു ഫീലായിരുന്നു എനിക്ക്. അത്ര ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടാണ് ഞാൻ ചോറുണ്ടാക്കിയത്. എനിക്കറിയില്ല, ഭയങ്കര ഒരു നിറവായിരുന്നു. അന്ന് തീരുമാനിച്ചതാണ് ഇനി ഞാൻ എല്ലാ വർഷവും ഇടും, ഞാൻ മുടക്കൂലെന്ന്. പക്ഷേ ഇപ്രാവശ്യം ഇട്ടപ്പോൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു കേട്ടോ. കാരണം കുറേ ക്രൗഡിൽ നിന്ന് അവിടെ ഇങ്ങനെ നമ്മൾ ആർട്ടിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വരുന്ന ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് യൂട്യൂബേഴ്സ് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര വിഷമിച്ചായി പ്രാവശ്യം. അതെ, എനിക്കത് കണ്ടപ്പോൾ എന്താന്ന് ഞാനപ്പോൾ ചോദിക്കണം എന്ന്, ഇപ്പോൾ അല്ലാതെ വരുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചു ചേച്ചി. കാരണം നിൽക്കുമ്പോഴേ നമുക്ക് തോന്നിയിരുന്നു അതൊന്നും, അതായത് നമ്മളെ കവർ ചെയ്യുന്ന ചേച്ചി അങ്ങനെ എൻജോയ് ചെയ്യുന്നതേ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അവിടെ പ്രാർത്ഥിക്കാൻ വന്നതാണ്, അവര് വേറൊരു സൈഡിൽ നിൽക്കുന്നു. ഞാൻ നിൽക്കുന്നത് അത്രയും പ്യുവറായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. എനിക്ക് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഞാനപ്പം എനിക്ക് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ പറയണമെന്നുണ്ടായിരുന്നു, ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള സ്പേസിൽ നമുക്ക് കവർ ചെയ്തിട്ട് പോക്കോ, നമ്മളെ ശല്യം ചെയ്യാൻ വരരുത്, നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുകയല്ലേ, നമ്മൾ നൊയമ്പെടുത്ത് അതിനെ അത്രയും ഡിവൈനായിട്ട് കണ്ടിട്ട് അവിടെ ചെന്ന് നിൽക്കുന്ന ആ ഒരു മണിക്കൂർ നമുക്കായിട്ട് തരണം. അന്നേരം ചോദ്യം ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് മറുപടി പറഞ്ഞില്ലെങ്കിൽ അഹങ്കാരിനെ കണ്ടോ അങ്ങനെ കണ്ടോ. ഞാൻ എന്നിട്ട് കുറേ പേരോട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു വിട്ടു. എനിക്ക് വീഡിയോ കാണുമ്പോഴേ ചേച്ചി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞാൻ അതിനു വേണ്ടി അല്ല അവിടെ പോയത്. എനിക്ക് പ്രാർത്ഥിക്കണം, നമ്മുടെ ഒരു സ്വസ്ഥത, നമ്മളുടെ ഒരു ഇടവാണിത്, അതെനിക്ക് വേണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ
കുറച്ച് മാറിയായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്ന ആരും അറിഞ്ഞില്ല. അതുകൊണ്ട് എന്തൊരു സന്തോഷമായിരുന്നെന്നറിയോ. ഇപ്രാവശ്യം അങ്ങനെ പറ്റിയില്ല. അതെനിക്ക് എല്ലാവരുടെ ഒരു റിക്വസ്റ്റ് ആണ് അല്ലേ, മീഡിയയുടെ എല്ലാവരോടും, മീഡിയയോടും ആളുകളോടും. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ സെലിബ്രിറ്റിന്നോ ഡോക്ടറെന്നോ എഞ്ചിനീയറെന്നോ സാധാരണക്കാരെന്നോ ജോലി ഇല്ലാത്തവരെന്നോ ആരുമില്ലല്ലോ. എല്ലാവരും സെയിം അല്ലേ. എല്ലാവരും വെയിലത്ത് മൺകലം വെച്ച് ചൂട്ടും കത്തിച്ച് നിൽക്കുവാണ്. അവിടെ എല്ലാവരും ഈക്വലാണ്. അവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തോട്ടെ. അത് നമുക്ക് ഞാനിത് അഹങ്കാരം പറയുന്നതല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സ്വസ്ഥതയിൽ നമുക്ക് ഏറ്റവും നിറവോടുകൂടി അല്ലേ അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ. അതിനകത്ത് തെറ്റൊന്നും എനിക്ക് പോയിട്ട് മറ്റേ നാമം ജപിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ചൊല്ലിയിരിക്കുമ്പോഴോ ഒന്നും എനിക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കാറില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ മഞ്ജു ചേച്ചിക്ക് എന്താണ് ശരിക്കും? ഞാൻ ഭയങ്കര വിശ്വാസിയായിട്ടുള്ള ഒരാളല്ല, ഭയങ്കര ഡിവോട്ടി അല്ല ഞാൻ. എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നിരിക്കുവാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ആളോട് ഞാൻ പറയുക, എനിക്ക് സങ്കടം വരുന്നു കേട്ടോ, എനിക്ക് ആരും ഇല്ലയെന്ന് തോന്നുക. എനിക്കിങ്ങനെ സംസാരിക്കാനാണ് ഇഷ്ടം. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിനോട് എനിക്കിങ്ങനെ സംസാരിക്കാനാണ് ഇഷ്ടം. എനിക്ക് സങ്കടം വരികയാണ്, എനിക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ എവിടെയെങ്കിലും ഒരു കുഞ്ഞു സന്തോഷം എനിക്ക് കാണിച്ചു തരണം. എനിക്ക് തിരിച്ചത് ഞാൻ നിന്നെ കേട്ടു എന്ന് നമ്മുടെ മുമ്പിൽ വന്നൊന്നും പറയില്ലല്ലോ. അതെ, ഒരു പ്രവൃത്തിയിലൂടെ നമുക്കത് ഫീൽ ചെയ്യണം. ഞാനൊരു കാര്യം പറയുമ്പോൾ മനസ്സിലായി. ഇപ്പോൾ നമ്മൾ നിന്ന് സംസാരിക്കുകയാണ്, തലയാട്ടുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതെ, മനസ്സിലായി. ഇതുപോലെ എനിക്ക് എന്തെങ്കിലും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എൻ്റെ വിശ്വാസം അതാണ്. എനിക്ക് കുറേ പൈസ വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് മറ്റേ ബോളിവുഡിൽ അഭിനയിക്കണമെന്നോ ഇതൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇതൊന്നും എനിക്ക് തരണ്ട, ഇതെനിക്ക് വേണമെന്ന് ഞാൻ അങ്ങോട്ട് പറയുകയുമില്ല. എനിക്കല്ലാതെ കുറേ കാര്യങ്ങൾ എനിക്കിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. എനിക്ക് ഇന്ന പോലെ കൊതിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിനക്കത് കിട്ടൂല എന്നാണെന്ന് ഇപ്പോൾ എനിക്ക് പറയുവാണ്, എനിക്കൊരു വലിയ വണ്ടി മേടിക്കണമായിരുന്നു എന്ന് എൻ്റെ ഞാനിങ്ങനെ പറയുമ്പോൾ, ഇല്ല അത് നിനക്ക് ഞാൻ തരില്ല എന്ന് എവിടെയെങ്കിലും എന്നെ ഒന്ന് കാണിച്ചു തന്നാൽ മതി. എനിക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കണം. അതാ എൻ്റെ വിശ്വാസം. അതിപ്പോൾ ജീസസ് ആണെങ്കിലും അള്ളായാണെങ്കിലും ദേവിയാണെങ്കിലും ഒക്കെ എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവത്തിനെ എനിക്ക് വേണ്ടേ. അതാ എൻ്റെ വിശ്വാസം. അല്ലാതെ എനിക്ക് ചിലപ്പോൾ പള്ളിയിൽ പോയി കുറേ നേരം ഇങ്ങനെ കുർബാനയൊക്കെ കൂടുമ്പോൾ എനിക്ക് ഉറക്കം വരും. ദൈവം ഇതൊക്കെ ഇട്ട് ചിലപ്പോൾ വിവാദമാവും കേട്ടോ. പക്ഷെ ഉറങ്ങണ ഇഷ്ടം പോലെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തൂങ്ങിപ്പോവും. നമ്മൾ ചിലപ്പോഴൊക്കെ മനുഷ്യനാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമായിരിക്കും കേട്ടോ. നമ്മൾ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന എത്തിക്കും. ചില ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കണ്ണീന്നൊക്കെ വെള്ളം വരും, ഭയങ്കര നിറവായിരിക്കും. ആ പ്രാർത്ഥനയെ പുള്ളിയുടെ അടുത്ത് എത്തിയിട്ടുള്ളൂ. മറ്റേത് തലയും ചൊറിഞ്ഞ് അവിടെ ഇരുന്നിട്ട് അടുക്കളയിൽ വെച്ചേക്കണത് ഇങ്ങനെ ഇത് എത്തിക്കാൻ വേണ്ടി എത്തിക്കുന്ന പ്രാർത്ഥനകളും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പ്രാർത്ഥനയൊന്നും അവിടെ എത്തൂല. ഇത് അവിടെ കിടന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോകും. ഇത് എവിടെ എത്തൂല. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രാർത്ഥന തീർക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയെ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയൊക്കെ എനിക്ക് 100 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ 2-3 ദിവസം എനിക്കത് കിട്ടാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സന്യാസിയായി പോയാൽ എല്ലാ പ്രാർത്ഥനയോടെ എത്തിക്കാൻ പറ്റുമായിരുന്നു. അതെ. ഇപ്പം വീണ്ടും നമ്മൾ സിനിമയിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ, അന്ന് ചക്രത്തിൽ അഭിനയിക്കുന്ന ആദ്യ സീൻ തന്നെ മീര ജാസ്മിന്റെ കൂടെയാണ്. വീണ്ടും ഇത്രയും 10-14 വർഷങ്ങൾക്ക് ശേഷം ക്യൂൻ എലിസബത്തിൽ അഭിനയിക്കുമ്പോൾ തിരിച്ചറിഞ്ഞിരുന്നോ? എനിക്ക് അറിയാം, എന്നെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ, അന്നത്തെ രൂപമേ അല്ല ഞാൻ. അങ്ങനെയല്ല. പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞില്ലേ, മീരയ്ക്ക് എത്രയോ ആളുകളെ കാണുന്നതാ. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ചക്രം എന്ന് പറഞ്ഞ സിനിമയിൽ. അയ്യോ ആണോ, ഭയങ്കര ഒരു അതിശയായിരുന്നായിരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ സെയിം ഏജാ. ഞാനിരിക്കുന്ന നോക്ക്, മീര ഇരിക്കുന്ന നോക്ക്, എന്തൊരു വ്യത്യാസമാണല്ലേ. ഞാൻ 82 ആണ്, മീര എനിക്ക് തോന്നുന്നു 81 തോന്നുന്നു. അത്രയും വ്യത്യാസമുണ്ട്. പക്ഷെ നല്ല കൊച്ചാ കേട്ടോ. നമ്മളെ പലർക്കും ഉണ്ടല്ലോ കേൾവിക്കാരാവാൻ ഇഷ്ടമില്ല, പറയാനാണല്ലോ ഇഷ്ടം. മീര കേൾക്കും നമ്മളെ ഇപ്പൊ ലൈഫിലുള്ള പ്രശ്നങ്ങൾ, മീരയുടെ അനുഭവങ്ങൾ പറയും. അങ്ങനെ നല്ല കൊച്ചായിരുന്നു, നല്ല കൊച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിനെ. കുറേ സംസാരിച്ച് എന്നെ കുറേ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. എല്ലാം ശരിയാവും കേട്ടോ, എപ്പോഴെങ്കിലും വരുമ്പോൾ ഞാൻ വീട്ടിൽ വരാം, അങ്ങനെയൊക്കെ. പിന്നെ ലൈഫ് സ്റ്റൈല് മാറ്റണം, പുള്ളിയെ വേറെ എന്തോ ഒരു ലൈഫ് സ്റ്റൈലിലോട്ടൊക്കെ എത്തിയായിരുന്നു. അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ, എനിക്കൊന്നും മനസ്സിലായൊന്നുമില്ല, എന്നാലും നമ്മളും കേട്ടിരുന്നു.
അല്ല അന്ന് അത്രയും ഒരു വർഷത്തെ ഒരു ഇടവേള അല്ലെങ്കിൽ പറഞ്ഞില്ല ഇപ്പൊ സിനിമ ഒന്നും അറിയാതെ അതിലേക്ക് എത്തിപ്പെട്ട ഒരാൾ ലോഹിത് സാറിനെ പോലെ അത്രയും വലിയൊരു അതികായകന്റെ സിനിമയിൽ അഭിനയിക്കുന്നു. ഈ പിന്നീട് ഇത്രയും ഗ്യാപ്പ് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സ്വപ്നങ്ങളിൽ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ അഭിനയിക്കണമെന്ന് ഇവിടെ ആർക്കാ നിർബന്ധം? എനിക്ക് പോലും നിർബന്ധമില്ല, പിന്നെ ആർക്കെങ്കിലും നിർബന്ധം? വിധി ഉണ്ടായിരുന്നു. അതാ കാരണം 14 വർഷത്തെ ശരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 20 വർഷം എന്ന് വേണമെങ്കിൽ പറയാം സിനിമയിൽ അല്ലേ, അഭിനയത്തിലേക്ക് എത്തിയിട്ട്. ഈ ഒരു തലതൊട്ടപ്പന്മാരും ഇല്ലാതെ ഈ സിനിമയിൽ വന്ന 14 വർഷങ്ങൾ അല്ലെങ്കിൽ അഭിനയത്തിൽ വന്ന 14 വർഷങ്ങൾ എന്ത് തോന്നുന്നു? എന്ത് തോന്നണമെന്ന് വെച്ചാൽ എനിക്ക് കുറേ പേരോട് എൻ്റെ ദൈവത്തിനോടാണ് എനിക്ക് നന്ദി. അത് ആരാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. കാരണം ഇതേപോലെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പുള്ളിക്കാരൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടു, ക്ലച്ച് പിടിച്ചില്ല, എനിക്ക് മനസ്സിലായില്ല, തിരിച്ചു ഓടി. ഞാൻ ഓടിയോ, എനിക്ക് മറ്റേ പഠിക്കാൻ ഒരുപാടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചോടി. അന്ന് ഈ കോളേജിൽ നിന്നും വന്ന് പറഞ്ഞില്ല ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചു. ഇപ്പോൾ സിനിമയിലാണോ സീരിയലിലാണോ എന്ന് നോക്കി കണ്ണു മിഴിക്കും ആൾക്കാർ. ഒന്നുമില്ല, ഇവിടെ ആരും മസ്റ്റൊന്നുമല്ല. ഞാനൊരു തൊഴിൽ ചെയ്യാൻ വന്നിരിക്കുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യങ്ങൾ നടക്കണം. ഇപ്പോൾ മറ്റേത് തൊഴിലിനെയും പോലെ എനിക്ക് അഭിനയിക്കാൻ അറിയാം. ഞാനിവിടെ വന്ന് അഭിനയിക്കുന്നു, അത് 10 പേര് കാണുന്നു. അത്രമാത്രം ഹൈപ്പിൻ്റെ കാര്യമൊന്നുമില്ല ഇവിടെ. എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോഴേ എന്തോ വലിയൊരു സംഭവം ഞാൻ ചെയ്തു എന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നത് ഞാനൊരു കൂലിപ്പണിക്കാരിയാണ് ഇവിടുത്തെ. ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വലിയ നന്ദിയൊന്നും തോന്നണ്ട ഒരു സംഭവം ഒന്നും ഇവിടെ ഇല്ല. പിന്നെ എനിക്കൊരു തൊഴിൽ തന്നു, ഇത്രയും അഭിനയിക്കാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ പുറത്ത് നിൽക്കുമ്പോൾ എനിക്കിവിടെ ഒരു സ്പേസ് തന്നു എന്നുള്ളതിനകത്ത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട്. അതല്ലാതെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു സംഭവമൊന്നുമാണ്. അഭിനയിക്കാൻ ഒരു കഴിവ് വേണം, അത് ഏത് തൊഴിലിനും കഴിവ് വേണം. പ്രസംഗിക്കാൻ കഴിവ് വേണ്ടേ, വരയ്ക്കാൻ കഴിവ് വേണ്ടേ, അതൊക്കെ പാടാൻ കഴിവ് വേണ്ടേ, പഠിക്കാൻ കഴിവ് വേണ്ടേ, അത്രയും കഴിവ് ഇതിന് വേണമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്താ പറയാൻ ശ്രമിക്കുന്നത് മനസ്സിലാവണുണ്ടോ? എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലുതായിട്ട് ഞാൻ എന്തോ വലിയ മഹാസംഭവത്തിൽ വന്ന് നിൽക്കുന്നു എന്നുള്ള ഫീലൊന്നും എനിക്കില്ല. എനിക്ക് പട്ടിണി ഇല്ലാതെ കിടക്കാൻ പറ്റുന്ന ഒരു ജോലി എനിക്ക് തന്നു എന്നുള്ള സന്തോഷം. അതിനെനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. മഞ്ജു ചേച്ചി അല്ലെങ്കിൽ മഞ്ജുമ്മ എന്ന് വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടമില്ലാത്തയും ഒരുപാട് ആൾക്കാരുണ്ട്. അതിനൊക്കെ എനിക്ക് നന്ദിയാണ് കേട്ടോ. അതിനകത്തൊക്കെ ഭയങ്കര പ്രൗഡാണ് ഞാൻ, ഭയങ്കര സന്തോഷമാണ്. ഈ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ 12 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു അല്ലെങ്കിൽ ഈ 12 വർഷത്തെ നിലനിൽപ്പിൽ 2 സ്റ്റേറ്റ് അവാർഡ് നമ്മുടെ വീട്ടിലിരിപ്പുണ്ട്. അപ്പം എന്തെങ്കിലും വരുന്നു, അഭിനയിക്കുന്നു, എന്തെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു അവാർഡിലേക്ക് വരെ എത്തും? അയ്യോ ഇല്ല. അത് ആദ്യത്തെ അവാർഡൊക്കെ സ്റ്റേറ്റ് അവാർഡ് എനിക്ക്, എൻ്റെ ദൈവമേ, അഭിനയത്തിന് എത്രയോ സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. മഞ്ജു പത്രോസ് എന്ന് പറഞ്ഞ കിഴക്കമ്പലത്തെ റീത്തയുടെയും പത്രോസിൻ്റെയും മോൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്കതൊക്കെ ബോണസിൻ്റെ ബോണസാണ്. എനിക്ക് കിട്ടുന്ന എല്ലാം ബോണസാണ്. അതൊക്കെ ദൈവം തന്ന ബോണസാണ്, നീ കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞ് എനിക്കെടുത്ത് തന്നതാണ്. അതൊക്കെ എനിക്കറിയില്ല. അതിനൊക്കെ ഞാൻ ഇതിന് മാത്രം എന്ത് പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 2 പ്രാവശ്യമാണ് 2 പ്രാവശ്യം കിട്ടി എന്ന് പറയുമ്പോൾ അയ്യോ. ഇപ്പം ഓരോ പ്രാവശ്യം ചേച്ചി പറയുമ്പം എനിക്കറിയാം ഓരോ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോഴും പപ്പേനെയും മമ്മീനെയും കുറിച്ച് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവാറുണ്ട്. ഇങ്ങനെ അവാർഡ് കിട്ടി, കാരണം ആദ്യം മോള് ഡാൻസ് ചെയ്യുമായിരുന്നു, പിന്നെ വളരെ ചെറുപ്പത്തിലേ കല്യാണം കഴിച്ചു വിടുന്നു, അത് കഴിഞ്ഞ് ഒരു ഇടവേളയ്ക്ക് ശേഷം മോള് നടിയാവുന്നു. ഇങ്ങനെ അവാർഡ് കിട്ടിയപ്പോൾ എന്തായിരുന്നു, ഇപ്പം പറഞ്ഞില്ലേ കിഴക്കമ്പലത്തെ പത്രോസിൻ്റെ റീത്തയുടെ മോൾ, എന്തായിരുന്നു അവരുടെ ഒരു? എൻ്റെ പപ്പ അമ്മച്ചി ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പപ്പ ഇപ്പോൾ മഞ്ജു വാര്യരുടെ ഡാൻസ് കളിക്കാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കലാതിലകത്തിൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ട് എൻ്റെ ആണെങ്കിൽ ആ കൊച്ചു അവിടെ ചെയ്ത് അത്ര ശരിയല്ല, അവൾ ചെയ്തതായിരുന്നു സൂപ്പർ എന്ന് പറയും. ഇപ്പോഴും എൻ്റെ പ്രോഗ്രാം എൻ്റെ ആങ്ങള കാണില്ല, എൻ്റെ മോൻ കാണില്ല, ആരും കാണില്ല.
എന്ത് കൊള്ളില്ലാത്ത പ്രോഗ്രാം ആണെങ്കിലും എൻ്റെ അമ്മച്ചി, ഞാനേ മറന്നു പോകും സമയം. ഞാൻ അമ്മച്ചിനോട് ചോദിക്കണം മറ്റേ സീരിയൽ എത്ര മണിക്കാന്ന്. അമ്മച്ചിയും പപ്പ അതിരുന്ന് കാണും. അത് കണ്ടിട്ട് അവർ ഇന്നലെ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതുപോലെ അതേ കൗതുകത്തിലിരുന്ന് കാണും. അവർക്ക് എനിക്കപ്പുറത്തേക്ക് ഒരു ഡാൻസർ ഇല്ല, എനിക്കപ്പുറത്തേക്ക് ഒരു സിംഗർ ഇല്ല, എനിക്കപ്പുറത്തേക്ക് ഒരു നടിയും ഇല്ല എൻ്റെ അമ്മച്ചിക്കും പപ്പയ്ക്കും. അവരെനിക്ക് തന്ന സ്നേഹം പോലെ ഈ ലോകത്ത് ഒരാൾക്കും എന്നെ സ്നേഹിക്കാൻ പറ്റില്ല. എൻ്റെ പപ്പയ്ക്കൊക്കെ പണ്ട്, എനിക്ക് സങ്കടം വരും കേട്ടോ, പണ്ട് ഡാൻസൊക്കെ കളിക്കാൻ പോകണമല്ലോ. അപ്പം ഈ വട വടയില്ലേ, അത് മേടിക്കണം എന്ന് പറഞ്ഞു. അന്നെന്തോ 20 രൂപ അങ്ങനെ എത്രയോ പൈസയാണ്. അപ്പം അതുപോലും എടുക്കാൻ എൻ്റെ വീട്ടിലില്ല. അപ്പോൾ ടീച്ചർ ഇങ്ങനെ കാണിച്ചു തന്നു. എന്നിട്ട് അന്ന് വൈകുന്നേരം ഞാനും പപ്പയും ഞങ്ങൾ എല്ലാ ദിവസവും ടീച്ചറിൻ്റെ വീട്ടിൽ വരും. അമ്മച്ചിയും കൂടി ടീച്ചറിൻ്റെ വീട്ടിൽ വന്നിട്ട് വട എങ്ങനെ ഇരിക്കണേന്ന് പപ്പ കണ്ടിട്ട് പോയി. എന്നിട്ട് ഞാൻ ഉണ്ടാക്കി തരാം, നീ മരിക്കല്ലേ എന്ന് പറയും പപ്പ. ഞാൻ പിറ്റേ ദിവസം ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും വട ഉണ്ടാക്കി വെച്ചേക്കുന്ന എൻ്റെ പപ്പ ചിരട്ടയില്ലേ, ചിരട്ട മുറിച്ച് കൊടയുടെ തുണിയില്ലേ, പഴയ കൊട, കറുത്ത തുണി എടുത്ത് ചുറ്റി 3 വട ഉണ്ടാക്കി വെച്ചെൻ്റെ പപ്പ. അതുപോലെ നമ്മളെവിടെയെങ്കിലും വീണിട്ടൊക്കെ ഓടിച്ചാടിയൊക്കെ എവിടെയെങ്കിലും വീഴൂല്ലേ, ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങും. കാരണം എനിക്കറിയാം നേരം വെളുക്കുമ്പോൾ എൻ്റെ മുറിവ് പപ്പ ഇതൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നെ അടിച്ചിട്ടില്ല എൻ്റെ പപ്പ, എന്നല്ല ഞങ്ങൾ. അയ്യോ, അങ്ങനെ മുറിവൊക്കെ ഉണ്ടെങ്കിലില്ലേ നേരം വെളുക്കുമ്പോൾ അതൊക്കെ കെട്ടി ഇങ്ങനെ ഇതാക്കി, എനിക്കതുകൊണ്ട് മുറിഞ്ഞാലൊന്നും പേടിയില്ല. പിറ്റേ ദിവസമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എഴുന്നേൽക്കുമ്പോൾ കാലിലൊക്കെ ഇതേപോലെ തുണിയൊക്കെ വെച്ച് കെട്ടി അങ്ങനെ ഇരിപ്പുണ്ടാവും. അങ്ങനെയാണ് പപ്പ. അതുപോലെ അമ്മിച്ചിയാണെങ്കിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ഇപ്പോൾ ചിലവർ മക്കളെയൊക്കെ ഉപേക്ഷിച്ചൊക്കെ പോണയൊക്കെ കാണാം. എൻ്റെ അമ്മച്ചിയൊക്കെ തിന്നാനും കുടിക്കാനും ഇല്ലാതിരുന്നപ്പോഴും അയ്യോ അങ്ങനെ നോക്കിയതാണ് ഞങ്ങളെ. അതുകൊണ്ട് എനിക്ക് ലോകത്തെ ആരെ സന്തോഷിപ്പിച്ചില്ലെങ്കിലും എൻ്റെ അമ്മച്ചിനെയും പപ്പേനെയും എനിക്ക് പൊന്നു പോലെ നോക്കണം. ഞാനത് പലപ്പോഴും ചേച്ചിയുടെ വ്ളോഗ്സൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്, അയ്യോ ഇത്രയും നോക്കുക. കാരണം ചേച്ചി കുറച്ച് വലുതായല്ലോ, ചേച്ചിയുടെ മോനുണ്ട്. അപ്പോൾ ചേച്ചി പക്ഷേ അപ്പച്ചനെയും അമ്മച്ചീനെയൊക്കെ ഓരോരുത്തർത്തൊക്കെ കൊണ്ടുപോകുന്നൊക്കെ കാണുമ്പോൾ നമ്മൾ എല്ലായിടത്തും അവർക്കെല്ലാം ഞാൻ ആലോചിക്കാറുണ്ട്. പണ്ട് മൂക്കടഞ്ഞിരുന്നപ്പോൾ എനിക്ക് മൂക്കടഞ്ഞ് ഉറങ്ങാൻ പറ്റില്ല. അപ്പം പപ്പ ആരോ പറഞ്ഞു കേട്ടിട്ട്, പണ്ട് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പപ്പ നാസൽ ഡ്രോപ്പില്ലേ, ഓട്രിവിയൻ, അത് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അന്നൊക്കെ പപ്പ കാണിച്ചു തന്നതാ എനിക്കറിയുള്ളൂ. പപ്പയാണ് ഞങ്ങൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നത്. ഇന്ന് ഞങ്ങൾ കൊണ്ടുപോകും പപ്പേനെ അമ്മച്ചീനെ. അവര് ഭാഗ്യം ചെയ്ത മാതാപിതാക്കളാണ്. കാരണം ഇത്രയും നല്ലൊരു മകളെ ഇത്രയും അതിൻ്റെ ആങ്ങളെ അതെ കേട്ടോ. ഇപ്പോൾ അമ്മച്ചി ഒരു ദിവസം പറഞ്ഞു, അടുത്ത പ്രാവശ്യം സ്റ്റൗ ഒന്ന് മാറണം എന്ന് പറഞ്ഞു. മനു ഒപ്പം തന്നെ എൻ്റെ ആങ്ങള അപ്പം തന്നെ അമ്മച്ചി അറിഞ്ഞതുകൂടിയില്ല. അവർക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞങ്ങൾ മക്കളുണ്ടാവും. അവർക്ക് എന്ത് കിട്ടിയില്ല അതൊക്കെ ഞങ്ങൾക്ക് കൊടുക്കണം. അവരത്രയും നല്ലതായിരുന്നു എൻ്റെ അപ്പനും. അയ്യോ എനിക്ക് വയ്യ ചേച്ചി, ഞാൻ എന്തെങ്കിലും കരയണയോ, ഹൃദയം നിറഞ്ഞിട്ടാണ്, അല്ലാതെ